पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം 8ാമത്തെ അധ്യായം ഭരതമഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന. ശ്ലോകം 15 മുതൽ 19 വരെ വായിക്കാം. അന്യഥാ വൃഷാമുദ്വിഗ്നമന നഷ്ടദ്രവിണ ഇവ കൃപണഃ സകരുണാമതീതർഷേണ ഹരിണാ കുണകാവിരഹ വിഹ്വല ഹൃദയ സന്ദാസ്തമേ ഏവാനുശോചൻ കില കശ്മലം മഹദപീരംഭിത ഇവ ഇതി ഹോവാച. അപീപദ സ വൈ കൃപണം ഏണ ബാലകോ മൃതഹരിണീ സുദോഃ മമ അനാര്യ ഷഡകിരാതമതേരകൃത സുഹൃദസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ സുജന ഇവാഗമിഷ്യതി. അപീക്ഷേമേണാസ്മിന്നാശ്രമോ ഭുവനെ ശഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. അപീനാചാവൃക സാലാവൃകോ അന്യതമോ വാ ഏകചരോ വാ ഭക്ഷയതി. നിമ്ലോചതിഹ ഭഗവാൻ സകല ജഗത് ക്ഷേമോദയസ്ത്രയ്യാത്മാദ്യാഭി മമാനാ മൃഗവധൂന്യാസ ആഗച്ഛതി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 8 ഭരത മഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന. ശ്ലോകം 15. അന്യഥാ വൃഷമുദ്വിഗ്നമന നഷ്ടദ്രവിണ ഇവ കൃപണ സകരുണമതിതർഷേണ ഹരിണ കുണകവിരഹ വിഹ്വല ഹൃദയ സന്ദാവസ്തമേവാനുശോചൻ കില കശ്മലം മഹദഭിരംബിത ഇതി ഹോവാച. വിവർത്തനം. ചിലപ്പോൾ ആ മാനിനെ കാണാതെ വരുമ്പോൾ ഭരത മഹാരാജാവിന്റെ മനസ്സ് വല്ലാതെ കലുഷിതമാകുമായിരുന്നു. സമ്പാദിച്ച സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ട ഒരു ലുപ്തനെ പോലെ വളരെ അസന്തുഷ്ടനായിരിക്കും അവനപ്പോൾ. മാൻ ആശ്രമത്തിൽ നിന്ന് പോകുമ്പോൾ ആ വേർപാട് അവനെ ഉത്കണ്ഠയിലും ദുഃഖത്തിലും ആഴ്ത്തും. അപ്പോൾ മായയുടെ ക്രമത്തിലായി തീരുന്ന അവൻ താഴെ പറയും പോലെ ശ്ലോകം 16. അബീബദ സ വൈ കൃപണ ഏണ ബാലകോ മൃതഹരിണീ സൂദോഹോ മമ അനാര്യസ്യ ഷഡകിരാതമതേര കൃത സുഹൃദസ്യ കൃത വിശ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ സുജന ഇവ ഗമിഷ്യതി. വിവർത്തനം. ഭരത മഹാരാജാവ് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം:
ഹാ കഷ്ടം, ആ മാൻ ഇപ്പോൾ നിസ്സഹായനാണ്. ഞാൻ ഹതഭാഗ്യനുമായിരിക്കുന്നു. വഞ്ചിക്കാനുള്ള പ്രവണതയും ക്രൂരതയും നിറഞ്ഞ ഒരു നായാട്ടുകാരന്റെ മനസ്സാണിപ്പോൾ എന്റേത്. ചതിയനായ ഒരു സുഹൃത്തിന്റെ മോശം പെരുമാറ്റം മറന്ന് അവനിൽ വിശ്വാസമർപ്പിച്ച് നല്ല രീതിയിൽ പെരുമാറാൻ താല്പര്യമുള്ളൊരു നല്ല മനുഷ്യനെ പോലെ ആ മാൻ അതിൻ്റെ വിശ്വാസം എന്നിൽ അർപ്പിച്ചു. ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് തെളിയിച്ചു പോയെങ്കിലും ആ മാൻ മടങ്ങി വരികയും വീണ്ടും എന്നിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുമോ? ശ്ലോകം 17. അഭീക്ഷേമേണാസ്മിന്നാശ്രമോപവനെ ശഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. വിവർത്തനം. ഹാ കഷ്ടം, ദേവന്മാരാൽ സംരക്ഷിക്കപ്പെട്ട് കടുവകളെയും മറ്റു മൃഗങ്ങളെയും ഭയപ്പെടാതെ കഴിയുന്ന ആ മൃഗത്തെ എനിക്കിനി കാണാൻ കഴിയുമോ? ഇളം പുല്ല് തിന്ന് ഉദ്യാനത്തിൽ ചുറ്റിത്തിരിയുന്ന നിലയിൽ എനിക്കിനി അതിനെ കാണാനാവുമോ? ശ്ലോകം 18. അബീചാനവൃഗ സാലാവൃഗോ അന്യതമോ വാ നൈകചര ഏകചരോ വാ ഭക്ഷയതി. വിവർത്തനം. എനിക്കറിയില്ല, പക്ഷെ ആ മാൻ ഒരു ചെന്നായയാലോ അല്ലെങ്കിൽ നായയാലോ അതുമല്ലെങ്കിൽ കൂട്ടം കൂടി നടക്കുന്ന പന്നികളാലോ ഒറ്റയാനായി നടക്കുന്ന കടുവയാലോ ഭക്ഷിക്കപ്പെട്ടിരിക്കാം. ശ്ലോകം 19. നിംലോചതീഹ ഭഗവാൻ സകല ജഗക്ഷേമോദയസ്ത്രയ്യാത്മാ അദ്യാപി മമന മൃഗവധൂന്യാസ ആഗച്ഛതി. വിവർത്തനം. ഹാ കഷ്ടം, സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവയൊന്നും ആരംഭിക്കുന്നില്ല. സൂര്യദേവൻ എല്ലാ വേദങ്ങളുടെയും മൂർത്ത രൂപമാണ്. പക്ഷെ എനിക്ക് എല്ലാ വൈദിക തത്വങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആ സൂര്യദേവൻ അസ്തമിക്കുകയാണ്. പക്ഷേ തൻ്റെ മാതാവ് ചത്തപ്പോൾ മുതൽ എന്നിൽ വിശ്വാസമർപ്പിച്ച ആ സാധു മൃഗം ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭരത മഹാരാജാവ് ആ മാൻകുട്ടിയെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നത് മുതൽ അതിനോട് വളരെയധികം സ്നേഹവാത്സല്യങ്ങളോടുകൂടി പെരുമാറി. എല്ലായിടത്തും അതിനെ കൊണ്ടു നടന്നു. താൻ വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോകുന്ന സമയത്തും എവിടെ പോകുന്ന സമയത്തും ആ മാനിനെ കൂട്ടിക്കൊണ്ടു നടന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ആ മാനിനെ കൂടെ കൂട്ടി. അതിനെ ചില സമയത്ത് കാണാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ ഉത്കണ്ഠപ്പെട്ടു. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ആ മാനിനെ കുറിച്ചുള്ള ചിന്തയാൽ പൂർണ്ണമായിട്ടും ബാധിക്കപ്പെട്ടു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിന്റെ സാധനകളിലെല്ലാം മാറ്റം വരാൻ തുടങ്ങി. അദ്ദേഹം യജ്ഞം ചെയ്യുമ്പോഴും നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ അർച്ചന ചെയ്യുമ്പോഴും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്നത് ആ മാനിനെ കുറിച്ചാണ്. ആ മാന എവിടെ പോയി? അത് പുറത്തു തന്നെയുണ്ടോ? അതിനെന്തെങ്കിലും മൃഗം പിടിച്ചു കൊണ്ടുപോകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം യജ്ഞക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഉത്ഥായ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എഴുന്നേറ്റ് പോയി നോക്കാറുണ്ടായിരുന്നു. ആ മാൻകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അത് അവിടെ തന്നെ ഇല്ലേ? അതിനെ ഏതെങ്കിലും മൃഗം വന്ന് ആക്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രമേണ ആ മാനിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് പൂർണ്ണമായിട്ടും ഭരത മഹാരാജാവ് ബാധിക്കപ്പെട്ടു. അദ്ദേഹം ഒരു സമ്മോഹ അവസ്ഥയിൽ പോലും എത്തി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയത്ത് ആ മാൻകുട്ടിയെ കാണാതാകുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ ദുഃഖം അനുഭവപ്പെടും. അത് എവിടെ പോയി? അതിനേതെങ്കിലും ജീവി പിടിച്ചുകൊണ്ടുപോയോ? അതിനെ കടുവയോ അല്ലെങ്കിൽ ചെന്നായോ ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ഒരു വലിയ ചതിയനാണ്. ഞാൻ അതിനെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല. എന്നെ മാത്രം ആശ്രയിച്ചാണ് അത് ജീവിക്കുന്നത്. ഞാൻ സംരക്ഷിക്കും എന്ന് വിചാരിച്ചാണ് അത് എന്നോട് വിശ്വാസം അർപ്പിച്ച് എൻ്റെ കൂടെ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനെ കാണാനില്ല. അതിനെ ഏതോ ജീവി പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുത്തില്ല. ഞാൻ എന്തൊരു ദുഷ്ടനാണ്, ഞാൻ എന്തൊരു ചതിയനാണ്
ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. ഇങ്ങനെയൊക്കെ വളരെ മൃദുലമായിട്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ബാധ കൊണ്ട് ഉണ്ടാകുന്ന ചിന്താഗതികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ, ഒരു ഭൗതികമായിട്ടുള്ള ഒരു കവിയുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം വളരെ ഉയർന്ന ചിന്താഗതികളാണ്. ഒരു മാനിനെ വേണ്ടി, മാനിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെ മാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇത്രയും ഉത്കണ്ഠപ്പെടുന്നു, ഇതൊക്കെ വളരെ നല്ല ചിന്തയാണ് എന്നാണ് സാധാരണ ഭൗതികമായിട്ടുള്ള ഒരു ദർശനത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ ആത്മീയമായിട്ടുള്ള ദർശനത്തിൽ ഇത് അത്ര ഉയർന്ന ഒരു ചിന്താഗതിയല്ല. ഇത് ഭഗവാനിൽ നിന്നുള്ള ചിന്തയിൽ നിന്നുള്ള വ്യതിചലനമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ മനസ്സ് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ സേവനത്തിലുമാണ് മുഴുകേണ്ടത്. ഭഗവാൻ അതാണ് നിർദ്ദേശിക്കുന്നത്. മന്മനാഭവ മത്ഭക്തോ, മനസ്സിൽ ഭഗവാനെ കുറിച്ചുള്ള, ഭഗവാന്റെ സേവനത്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടിയിരുന്നത്. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം. പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഭരത മഹാരാജാവ് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ മാൻകുട്ടിയെ കുറിച്ചാണ്. ആ മാൻകുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ള സാധാരണഗതിയിലുള്ള ചിന്താഗതിയിലേക്ക് അദ്ദേഹം വഴുതി വീണുപോയി. അപ്പോൾ അതൊരു വ്യതിചലനമായിട്ടാണ് ആത്മീയ നിലവാരത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭരത മഹാരാജാവ് ചിന്തിക്കുകയാണ്, ഇനി ആ മാൻകുട്ടി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ? ഞാൻ ആവശ്യമായിട്ടുള്ള സംരക്ഷണമൊന്നും അതിന് നൽകിയില്ല. എന്തെങ്കിലും അപകടം പറ്റി കാണും. ഇനി അതിന് എന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആവശ്യത്തിന് സംരക്ഷണം നൽകാത്തവനാണ് അത് എന്ന് അതിന് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് എന്നെ വിട്ട് പോയിട്ടുള്ളത്. അത് വേറെ ആരുടെങ്കിലും സംരക്ഷണത്തിന്റെ കീഴിൽ പോയിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നു. അത് ചിലപ്പോൾ ദേവന്മാരുടെ ആശ്രയത്തിലേക്ക് പോയിട്ടുണ്ടാകും. അത് ഏതെങ്കിലും ദേവന്റെ സംരക്ഷണം കീഴിൽ പോയിട്ടുണ്ടാകും എന്നൊക്കെ ഭരത മഹാരാജാവ് ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇനി ഒരിക്കലും ആ മാൻകുട്ടിയെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് എന്നേക്കുമായിട്ട് എന്നെ വിട്ടു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ അതിനെ ഭക്ഷണമാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് ആ മാനിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് വലിയ ഉത്കണ്ഠയിലായിരുന്നു ഭരത മഹാരാജാവിന്റെ മനസ്സ് എന്ന് പറയും. അപ്പോൾ ഇത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമ്മോഹ അവസ്ഥയിൽ വരെ ആ മനസ്സെത്താൻ സാധ്യതയുണ്ട്. ഭഗവാൻ അതിനെക്കുറിച്ച് ഗീതയിൽ വിശദമായി പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഭജായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമം സ്മൃതി ഭ്രംശം ബുദ്ധിനാശ പ്രണശ്യതി. ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് വല്ലാതെ ഉത്കണ്ഠപ്പെടുന്ന, അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുവായിരിക്കും. അങ്ങനെ നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പോലും നമ്മുടെ മനസ്സ് ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ട് നമ്മുടെ ആ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഭരത മഹാരാജാവിന്റെ മനസ്സിനെ ആകർഷിച്ചത് ഒരു മാൻകുട്ടിയാണ്. ആ മാൻകുട്ടിയുടെ ഓമനത്വം നിറഞ്ഞ കളികൾ, അതിന്റെ നടത്തം, അതിന്റെ നിഷ്കളങ്ക ഭാവം, ഇതെല്ലാം ഭരത മഹാരാജാവിനെ അതിനോട് അനുകമ്പയും അതിനോട് ആകർഷണവും അതിനോട് മമതയും ഉള്ളവനായിട്ട് മാറ്റി. ഞാനാണ് അതിനെ സംരക്ഷിക്കേണ്ടവൻ എന്നുള്ളൊരു ചിന്തയിൽ അദ്ദേഹം ഒഴി. അപ്പോൾ പിന്നീട് അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ എല്ലാ അമംഗളങ്ങളും ഇല്ലാതാകും. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി എല്ലാവിധ ഭയങ്ങളും എല്ലാവിധ ഉത്കണ്ഠകളും അമംഗളങ്ങളും എല്ലാം ഇല്ലാതാകും. പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. എനിക്ക് സൂര്യൻ ഉദിച്ചിട്ടും ഇപ്പോഴും വലിയ ദുഃഖം തന്നെയാണ്. കാരണം എന്നെ വേർപെട്ടു പോയിട്ടുള്ള ആ മാൻകുട്ടി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത് തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. സൂര്യൻ ഉദിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ആ മാൻകുട്ടി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലും മംഗളകരമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെ ഭരത മഹാരാജാവ് കടന്നു പോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഭരത മഹാരാജാവ് ഇങ്ങനെ ചിന്തിക്കേണ്ടിരുന്ന വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്
ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് വേണ്ടി മാത്രം പുൽഹാശ്രമത്തിൽ താളഗ്രാമ ശിലകളെ ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തി ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? ഒരു മാനിനെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം സമയം കളയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ച് അവസാനം ആ മനസ്സിലെ ചിന്തയെ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തും. ചില സമയത്ത് ചിന്തകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന്റെ ചിന്തകളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതിൽ ആ വിഷയത്തിൽ നിന്നും ചിന്തയെ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഭരത മഹാരാജാവ് അവസാന സമയത്തും ആ മാനിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ മാനന്റെ പുത്രനെ പോലെയാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അല്ലെ, സാധാരണഗതിയിൽ അവസാന സമയത്ത് ഒരു വ്യക്തി ചിന്തിക്കുന്നത് തന്റെ പുത്രനെ കുറിച്ചാണ്. അതേപോലെ ഭരത മഹാരാജാവ് അവസാന സമയത്ത് ആ മാൻ തന്റെ പുത്രനെ പോലെയാണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ അവസാന സമയത്തുള്ള ബോധം എന്താണോ, അവസാന സമയം ഒരു വ്യക്തി എന്തിനെ കുറിച്ചാണോ സ്മരിക്കുന്നത് അത് തന്നെ ആയിത്തീരും എന്നാണ് പ്രകൃതിയുടെ നിയമം. യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ഭഗവാൻ അതുകൊണ്ട് നിർദ്ദേശിക്കുന്നുണ്ട്, സദാ എല്ലാ സമയത്തും എന്നെ കുറിച്ച് ചിന്തിക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ചിന്ത, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ചിന്തയാണ്. അങ്ങനെയാണെങ്കിൽ അവസാന സമയത്ത് ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അന്ധകാലേജ മാമേവ സ്മരൻ മുക്ത കളയവരം എപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. അവസാന സമയത്തും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ അവസാന സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതുകൊണ്ട് ആ ചിന്തകൾ, ആ സ്മരണകൾ ഏത് വിഷയത്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ഭരത മഹാരാജാവ് ഇങ്ങനെ ആ ചിന്തയുടെ കുരുക്കിൽ പെട്ടുപോയി എന്നുള്ളതാണ്, ആ മായയുടെ കുരുക്കിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധകൻ വളരെയധികം ജാഗ്രത ഉള്ളവനായിരിക്കണം, ശ്രദ്ധാലുവായിരിക്കണം. സാധന ചെയ്യുന്ന സമയത്ത് ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നാമം ജപിക്കണം. അല്ലെങ്കിൽ ചിന്തകൾ പല രീതിയിലും വന്ന് ഇതേപോലെ പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഭരത മഹാരാജാവ് ഈ ലീല കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സരസ്വതി മാതാജിയും ദേവയാനി മാതാജിയും ജപിച്ചോളൂ. ശോഭന മാതാജി, ധന്യ മാതാജി ഇല്ല. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത